മുളഞ്ഞെത്തിയോ? ഇക്കാക്ക ഒന്നും പറയണ്ട, എന്റെ കയ്യിലില്ല. എനിക്ക് വേറെ ഓപ്ഷൻ ലാസ്റ്റ് ദിവസമാണ്. എനിക്ക് പുറത്ത് പോകണം ഇപ്പൊ, പൈസ ഇല്ല. പ്ലീസ് ഇങ്ങോട്ട് വന്നാണ്. എന്താ അവിടെ കൊറേ നേരമായി ഞാൻ കേൾക്കാം. ഇത് നോക്ക്. എനിക്കറിയാം. അതെ, അവള് ജോലി കഴിഞ്ഞിട്ട് ഈ കുടുംബം നോക്കിയിട്ടാണ് ഈ വരുന്നത്. കുറെ കാലമായിട്ട് അവള് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്. നിനക്ക് എന്താ അവളെ വേണ്ടത്? ഉമ്മ, നിന്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ലാസ്റ്റ് ദിവസമാണ്. എനിക്ക് പൈസ പുറത്ത് പോകണം, വേറെ വഴിയില്ല അമ്മ. നീ ചോദിക്കുമ്പോ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പൈസ എടുത്ത് തരാറുണ്ട്. ഇന്ന് അവളെ എന്നോട് ഒരു വേണ്ടപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ട് മോൾ അതിന്റെ എടുത്ത നീ അതാ നമ്മളെ റെന്റ് കൊടുക്കണേന്ന് ഒരു മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഒരു കാര്യത്തിന് വേണ്ടി വന്നിട്ടുള്ളത്. ഇതിനാണോ നീ ഇങ്ങോട്ട് നോക്ക്? ഇതിനാണോ ഞാൻ ചെയ്യേണ്ടതോ? നിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെന്റ് ആണോ ഞാൻ നിനക്ക് അടച്ചേണ്ടത്? സ്വന്തം വീട് എന്റെ കൂടെ ആകലില്ല അമ്മ. കഴിഞ്ഞ 8-9 കൊല്ലം ഞാൻ ഈ വീട് കഷ്ടപ്പെടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് ഞാൻ വീട് എടുത്തിട്ടുണ്ടോ? ശരിയാണ്, എന്റെ എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് നഷ്ടം പറ്റി. ഒരു മിനിറ്റ് എന്താ ഇവിടെ സംഭവിക്കണേ? കുറെ നേരം ഞാൻ ഇവിടെ നിന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട്, എല്ലാരും കൂടെ എത്ര നേരം ഇക്കാനിട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ കണ്ട കാലം തൊട്ട് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനേത്. ഇപ്പൊ ഒരു പ്രശ്നം വന്നപ്പം എല്ലാരും കൂടെ ഒഴിവാക്കുക. നമുക്ക് പ്രശ്നം വരുമ്പോ കുറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാ. ഇക്ക എന്തൊക്കെയാ ചെയ്തെന്നുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയത്തില്ല എന്തൊക്കെയാ ചെയ്തെന്നുള്ളത്. ഇപ്പൊ ഈ ഒരു വർഷത്തെ ഒരു കണക്കാണ് ഇപ്പൊ പറയുന്നേ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ഈ ഒരു സംഭവം നിന്റെ പ്രശ്നം. ഇപ്പൊ തന്നെ ഇപ്പൊ നിനക്ക് എത്ര വേണം? 1 ലക്ഷം ദിർഹംസ് വേണം. ഞാൻ തന്ന നിന്റെ പ്രശ്നം തീർന്നോ? ഞാൻ അതിന് അത് ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞേ. എനിക്ക് ഇക്കാക്കായെ വേദനിപ്പിക്കണമൊന്നുമില്ല. പക്ഷെ എന്റെ അവസ്ഥയും കൂടെ മനസ്സിലാക്കണ്ടേ എല്ലാരും? മനസ്സിലായി. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു ഒന്നും പറഞ്ഞാലേ. ഞാൻ അത് കേട്ടതിന്റെ ഒരു ഇതിൽ വന്ന് പറഞ്ഞാ, നമ്മുടെ ഇക്കാക്കയ്ക്ക് നമ്മളല്ലേ ഉള്ളൂ, നമ്മള് വേണ്ട കൂടെ നിൽക്കാൻ. ഇതിപ്പോ ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണിത്. ഇതിപ്പോ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഉമ്മ കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് വേണ്ടിട്ട് 1 ലക്ഷം ദിർഹംസ് നമുക്ക് റെഡി ആക്കാം. ഓക്കെ, ഇന്ന് തന്നെ നമുക്ക് റെഡി ആക്കാം. ഇക്കാക്ക 1 ലക്ഷം ദിർഹംസ് റെഡി ആക്കുവാണെങ്കിൽ 3000 മാസം ഞാൻ അടച്ചോളാം. മതി. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം നടക്കും. എടാ, അത് കാണുമ്പോ കൊള്ളാലോ. 3000 ദിവസം മാസം ഉള്ളൂ. ഇത്ര എന്റെ ഇവിടെ ഓഫീസ് എടുത്താണല്ലോ. ഉമ്മ, നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് എടുക്കാം. അതന്നെ മോനെ പറഞ്ഞത്. നിന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം. അതിന്റെക്കാളും വലുതാണ് നമുക്കൊരു വീട് എന്നുള്ളത്. ഇത് നല്ലൊരു കാര്യല്ലേ? അപ്പൊ നമുക്ക് ഇതിൽ മുന്നോട്ട് മോളെ നീ ആ നമ്പർ എടുത്തിട്ട് മോനെ നീ ആ നമ്പർ മേടിച്ചത് വിളിച്ചു കൊടുത്തേ.